വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെറും 2 ചേരുവ മാത്രമേ ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടുള്ളൂ. വെറും 3 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കാനും പറ്റും. അത്രേ ഇതിൻ്റെ പ്രിപ്പറേഷൻ ടൈം വരുന്നുള്ളൂ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഫ്ലേവേഡ് ആയിട്ടുള്ള ജെല്ലിയുടെ ഒരു പാക്കറ്റാണ്. അത് ഞാൻ പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സ്ട്രോബെറി ജെല്ലിയുടെ പൗഡറാണ്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഞാനിപ്പം ഒരു പാക്കറ്റ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഏത് ബ്രാൻഡിൻ്റെ ജെല്ലി പൗഡർ നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മിക്സ്ചർ നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു തവിയൊക്കെ എടുത്ത് മാറ്റി വെച്ചാൽ മതിയാവും. ഇത് ലാസ്റ്റ് നമുക്ക് ടോപ്പിംഗ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള മിക്സ്ചറിലേക്ക് നമുക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഓൾറെഡി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വിപ്പിംഗ് ക്രീം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു വൈറ്റ് വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് സോഫ്റ്റ് പീക്ക് ആവുന്ന വരെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയെടുത്താൽ മതി. അത് നമുക്ക് നമ്മുടെ ജെല്ലി മിക്സ്ചറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് ജെല്ലി മിക്സ്ചറിന് ചൂടുണ്ടാവാൻ പാടില്ല. ചൂട് ചെറുതായിട്ടൊന്ന് തടഞ്ഞ ശേഷം മാത്രമേ നിങ്ങളിത് ചേർക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം മെൽട്ടായി പോവും. അപ്പോൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വൈറ്റ് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ പുഡിംഗ് മിക്സ്ചർ ഉണ്ടാവുക. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇത് ഫ്രീസറിലാണ് വെക്കുന്നത്. ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മേലേക്ക് നമ്മുടെ അടുത്ത ലെയറും കൂടെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഇത് പെട്ടെന്ന് തന്നെ സെറ്റ് ആവുന്ന ഒരു റെസിപ്പിയാണ്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കയ്യിലൊന്നും വരുന്നില്ല, നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാൻ ഫ്രീസറിലാണ് കേട്ടോ വെച്ചത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ജെല്ലി മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കാം. 1 മണിക്കൂറൊക്കെ നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ജെല്ലി മിക്സ്ചർ നിങ്ങൾ ഒഴിക്കുന്ന സമയത്തേക്ക് കുറച്ചൊന്ന് സെറ്റായി തുടങ്ങുന്ന പാകം ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു 30 സെക്കൻഡ്സ് ഒക്കെ ഒന്ന് ഓവനിൽ വെച്ചിട്ട് മെൽറ്റാക്കിയിട്ട് എടുത്തിട്ട് പിന്നെ ഈ ഒരു മിക്സ്ചറിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഞാനിനി ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് ശരിക്കും നമ്മൾ പുഡിങ്ങൊക്കെ പീസായിട്ട് സെർവ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കായി കിട്ടും. പക്ഷേ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരു മൂസിൻ്റെ ഒക്കെ ടെക്സ്ചർ ആയിരിക്കും. വായിലിട്ട് കഴിഞ്ഞാൽ അങ്ങനെ അലിഞ്ഞു പോകുന്നൊരു ടെക്സ്ചർ ആയിരിക്കും. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികളെ പാർട്ടീസിനൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്